ഹലോ, എല്ലാവർക്കും നമ്മുടെ ആർഎൻ ഫാമിലിയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധനം നിങ്ങൾ കണ്ടോ? ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് ഞാനിപ്പോൾ കാണിക്കില്ല. അത് കട്ട് ചെയ്താണ്. നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് ഒന്ന് കാണിക്കാൻ പോണത്. നമ്മുടെ പാറുമോൾക്ക് മൊത്തം മുടി ഇങ്ങനെ കൊഴിഞ്ഞു പാറുമോളുടെ മാത്രമല്ല കേട്ടോ, എൻ്റെ മുടിയുടെ പോലെ കണ്ട എൻ്റെ മുടിയും ഭയങ്കരമായിട്ട് മോശമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാണ്. എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഹെയർ അല്ലടാ കുളിച്ചവാല കുതിരവാലാണെന്ന് ഇത്രേ എൻ്റെ പൂമുടി. എന്തെങ്കിലും അവിടെ കുതിരവാലെങ്കിൽ കുതിരവാല് അതെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ പാറു എനിക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് മടിയാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ പെൺപിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയായിട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു യൂട്യൂബിൽ കണ്ടിട്ടാണ് പാറു ചെയ്തത്. പാറിൻ്റെ മുടി ഭയങ്കരമായിട്ട് ഒട്ടും ഇതില്ലാതിരിക്കുകയായിരുന്നു. ഒട്ടും ഹെയർ ഇങ്ങനെ ഒട്ടും എന്താ പറയുക ഭയങ്കരമായിട്ട് മുടി കൂടിപ്പോയിട്ടുള്ള അപ്പൊ അങ്ങനെ അത് ചെയ്തതിന് ശേഷം പാറുവിന്റെ മുടി ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് അഴിച്ച് കാണിച്ചു തരാം. അല്ല, ഇയാളുടെ മുടിക്ക് നല്ല തിക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുടിക്ക് അത്യാവശ്യം നല്ല തിക്ക് ഇപ്പൊ ഇതിനകത്ത് നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇത്ര തിക്ക്നെസ് നേരത്തെ ഉണ്ടായില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അതിന്റെ ഫോട്ടോസൊന്നും എടുത്ത് വെച്ചിട്ടില്ല. നല്ലതായിട്ട് ഹെയർ നിൽക്കണോ, നല്ല ഭംഗിയായിട്ട് നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട ഒരു ഇതിലാട്ടോ. കണ്ട നല്ല തിക്കായിട്ട് തോന്നും അവളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ. ഒന്ന് അഴിച്ചിട്ട് വാവേ, ഒന്ന് കാണിച്ചു കൊടുത്തേ. അതിനുശേഷം എനിക്ക് തോന്നുന്നു വാവ തല നനച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കണം. അപ്പോൾ പാറുവിൻ്റെ മുടി അതെ കേട്ടോ, അവരുടെ മുടിയാണെങ്കിലും ഞാനിപ്പോൾ ഈ വാഷ് അവൾ ഈരണ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് അത്യാവശ്യം നല്ല തിക്ക് തോന്നുന്നുണ്ട് ഇപ്പം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് പാറുമോളെ ഇതിടേണ്ടത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇത് ബനാനയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മള് എന്താ ഫംഗ്ഷനോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഇ അല്ലേ. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടാ ഉണ്ടാക്കി വെച്ചേ. വേണ്ട, ഏത്തപ്പഴം ഉണ്ട്, ഇതിനകത്ത് കോഴിമുട്ടയുണ്ട്, പിന്നെ ഇതിട്ടുണ്ടോ, കടലപ്പൊടി ഇട്ടുണ്ടോ? അപ്പൊ എന്തുന്നാ ഏത്തപ്പഴവും മുട്ടയും വൈറ്റമിൻ ഇ. അലോവേര ജെല്ലുണ്ട് ഇതിനകത്ത്, ബനാന ഉണ്ട്, ഏത്തപ്പഴം കേട്ടോ. അപ്പോൾ അതുണ്ട്, പിന്നെ ഒരു മുട്ടയുണ്ട്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണാണ്. ആവശ്യമുള്ളവർക്ക് വൈറ്റമിൻ ഇയും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല. ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ ആകെ ഒരു മടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് ഇവരുടെ മുടി കിടക്കണപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മുടിയാണെങ്കിൽ ഇങ്ങനെ കോഴിവാല് പോലെ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും അപ്പം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. എൻ്റെ മുടി ഒന്ന് കാണിച്ചു കൊടുക്കൂ കേട്ടോ. അപ്പം ഇതിട്ടതിന് ശേഷമുള്ള ഒരു ഇതും കാണാമല്ലോ. കോഴിവാല് പോലെ ഇരിക്കുന്ന മുടിയാണ് ഗൈസ്. എത്ര ക്യാമറയിൽ അമ്മ ഈ വെയിലൊന്ന് ഇത്തിരി ഇവിടേക്ക് ഒന്ന് ഓക്കെ. ഒട്ടും തന്നെ തിക്നെസ് ഇല്ല. ഇട്ട് നോക്കാം എന്തായാലും. ഇട്ടിട്ട് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഒന്ന് നോക്കാമല്ലോ. ഒരു റിസൾട്ടാണ് കിട്ടണേ. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഇവിടെ ആദ്യം എനിക്കാണോ തനിക്കാണോ ഇടണ്ടേ? അമ്മക്കിടാം. അപ്പോൾ ഞാനൊന്ന് ടർക്കി എന്തെങ്കിലും മേത്തിട്ടേ കുളിച്ചതായതുകൊണ്ടേ സാധനം ഇട്ടിട്ട് മാത്രം കാര്യമില്ല. വൃദ്ധ വെള്ളിയാഴ്ചയല്ലേ, അത് കൂടുതലല്ലേ, 400 വന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മുടി വരെ ഈ ക്രീം എത്തണം എന്നാണ് പറയണത്. നമ്മൾ റെഡിയാക്കി വെച്ചാൽ അപ്പോൾ അതേമാതിരി ഇങ്ങനെ നമ്മളിപ്പോൾ ശരിക്കും സ്ട്രെയിറ്റിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ ക്രീം പറ്റണമല്ലോ അല്ലേ? അതേമാതിരി
എന്തിനാ വെറുതെ ഈ ബ്യൂട്ടി പാർലറിൽ പോയി 2000-3000 രൂപ? ഇതൊക്കെ കെറാട്ടിൻ ചെയ്യുമ്പോൾ തന്നെ കുറെ കെമിക്കലാണ് ആഡ് ചെയ്യണത്. പിന്നെ നമ്മുടെ പൈസ ഇത് മുടി ഹെയറിന് ഗ്രോത്തുമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ താരനും ഒക്കെ പോവുകയും ചെയ്യും. മുടി നല്ല ഗ്രോത്തായിട്ട് തോന്നുന്നു അല്ലേ? എന്താ പറയാ, ആ ഹീറ്റ് ചെയ്യാൻ പോലെ തന്നെ കറക്കുകയും ചെയ്യും. നന്നായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പാവയുടെ മുടി വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് നല്ല റിസൾട്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ മുടി ഒന്ന് പരീക്ഷിക്കാറുള്ള അപ്പം നമുക്കറിയാം. മുടി മൊട്ട പിന്നെ ചെയ്യണോ? ഞാൻ പിന്നെ ചെയ്തോളാം, അമ്മയുടെ ഒക്കെ നോക്കിയിട്ട്. ഇതിനൊക്കെ മുടി കാര്യം എനിക്ക് പോലെ കൂടുതലും പെൺകുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ കുറച്ചും കൂടി ഇങ്ങനെ ഗ്രോത്ത് ആയിട്ടൊക്കെ തോന്നുന്നത്. എനിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പറന്നിങ്ങനെ ചെയ്തില്ലേ. അല്ല എന്ത് ചെയ്താലും നമ്മുടെ ചേട്ടാ എല്ലാവർക്കും ചെയ്യണം. അവനവൻ്റെ മുടി അവനവൻ്റെ സ്കിന്ന് ഇതൊക്കെ നന്നാവണമെന്നാണല്ലോ എല്ലാവരുടെ ആഗ്രഹം അല്ലേ? അങ്ങനെയല്ലേ ആഗ്രഹം. പക്ഷേ ഞാനും ഈ വാവൊക്കെ ഇപ്പോഴേ തന്നെ ഓരോ ട്രീറ്റ്മെന്റ് മുടിയിൽ എന്തൊക്കെയാ ശ്രദ്ധിക്കണേ. ഈ യൂട്യൂബിലൊക്കെ കണ്ട് ഓരോന്ന് അവൾ ഇങ്ങനെ പരീക്ഷിക്കില്ല കേട്ടോ. വാവ മാത്രല്ല ജനറേഷൻസിലുള്ള എല്ലാവരും എന്താ പറയാ, എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പഴായിരിക്കും നിങ്ങൾക്ക് അമ്മയുടെ മുടി എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റുക. ക്രാബോ മണ്ടേലി എവിടെ ഫേഷ്യൽ ചെയ്തിരിക്കുന്ന സാധാരണ ഉറക്കം വന്നു തലേന്ന് മുടി വെട്ടിപ്പോടാ വെച്ചിട്ടുണ്ടായില്ല. എന്താ ഓ പിന്നെ ടൈല് വെക്കണോ? എങ്ങനെ ഇട്ട കല്ലുണ്ടാ ബ്രഷ് കൊണ്ടല്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഈ ബ്രഷ് വെച്ച് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായി കേട്ടോ. ഫുള്ള് സ്കാലപ്പിൽ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വ്യത്യാസം കാണാം. അമ്മയുടെ ആ ഒരു മുടി എടുത്തതും നീ കണ്ട ഇപ്പം അതേ അടിയിലേക്ക് നല്ല തിക്നെസ് പോലെ വന്നേക്കണതും കണ്ടോ. സ്കാലപ്പൊക്കെ നല്ല ക്ലീൻ ഫ്രഷ് ആയി കണ്ടോ. നാളത്തേക്ക് കൂടി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഇതറിയാൻ പറ്റും. ഇപ്പം കണ്ടോ എന്തു കൊല്ല കിടക്കുന്ന പോലെ ആ മുടി ആ ഭംഗിയിൽ കിടക്കുമ്പോൾ നമ്മുടെ ഫേസിന് എന്താ പറയുക, നമ്മുടെ ആ ഒരു മുടിയുടെ ഭംഗി നമുക്ക് ഫേസിൽ കിട്ടും അല്ലേ. ഇതാണ് അപ്പം അമ്മ ഉറങ്ങാണ്. ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് നടക്കണൊക്കെ എടുത്തോട്ടെ.